ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ചുമ്മാ കുത്തിരിക്കുന്ന സമയത്ത് എനിക്കൊരു ഐഡിയ വരണം, ഒരു എഗ് ബജി ഉണ്ടാക്കിയുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാൻ പോയിട്ട് സ്റ്റൗ ഓൺ ചെയ്യാണ്. അതിലേക്ക് ഞാൻ ഒരു പാത്രം വെച്ചു. അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള എഗ്ഗും വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം ഞാനൊരു ബൗളെടുത്തു. അതിൽ ആവശ്യത്തിന് മൈദ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കറക്റ്റ് മെഷർമെൻറ്റ് എനിക്കറിയില്ല, നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കുക കേട്ടോ. അതിനുശേഷം അതിൽ കുറച്ച് പുട്ടുപൊടി ആഡ് ചെയ്ത് കൊടുക്കുക, ഒരു ക്രിസ്പിനെസ്സിന് വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഞാൻ ആഡ് ചെയ്യുന്നത് വെളുത്തുള്ളിൻ്റെ പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, പിന്നെ ആവശ്യത്തിന് മുളക് പൊടി. ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്യാം. ഞാനൊരു 3 ടീസ്പൂണോളാണ് ആഡ് ചെയ്യുന്നത്, കാരണം സ്പൂൺ വളരെ ചെറുതാണല്ലോ. അതിനുശേഷം ഞാൻ അതിൽ വെള്ളം ഒഴിച്ചിട്ട് കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കൊരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സമയത്ത് എഗ്ഗ് വേറെ ബജി വേറെ അതിൻ്റെ ബാറ്റർ വേറെ ആവാൻ ചാൻസ് ഉണ്ട്. കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഞാൻ നല്ലപോലെ കൈയൊക്കെ വാഷ് ചെയ്ത് നല്ലപോലെ മിക്സുക ആക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സംഭവം നല്ലപോലെ സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. നിങ്ങൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുക, അപ്പോൾ നല്ല സ്മൂത്തായിട്ട് കിട്ടും. പിന്നെ ഇതിന് ശേഷം ഞാനിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ പോർഷൻ ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളെ ബാറ്റർ നല്ലപോലെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഞാൻ കാണിക്കുന്നത് എൻ്റെ വീട്ടിലെ 2 അതിഥികളാണ്. നമ്മൾ എന്ത് കുക്ക് ചെയ്യുമ്പോൾ ഫസ്റ്റ് കിച്ചണിലെത്ത് അവരാണ് കേട്ടോ. ഇങ്ങനെ കുറേ പേരുണ്ട് ഇവിടെ. എനിക്ക് പെറ്റ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. വെള്ളച്ചിയും കപ്പുമാണ് കേട്ടോ ഇവർ രണ്ടുപേരും. ഇവരെന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. അതിനുശേഷം നമ്മളെ എഗ്ഗ് നല്ലപോലെ ബോയിലായി വന്നിട്ടുണ്ട്. പിന്നെ ഞാനൊരു പാത്രം, അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ ചെയ്യുന്നത് ആ എഗ്ഗ് നല്ലപോലെ തോലൊക്കെ പൊളിച്ചതിന് ശേഷം ഞാൻ എഗ്ഗ് സ്ലൈസായിട്ട് കട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ ചൂടായതിന് ശേഷം ഞാൻ ആ നല്ലപോലെ നമ്മുടെ ബാറ്ററിൽ എഗ്ഗിനെ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ വെള്ളമൊന്നും പാത്രത്തിൽ ഇല്ലാണ്ടിരിക്കാൻ സൂക്ഷിക്കുക, കാരണം അത് നിങ്ങൾക്കിപ്പോൾ കാണാം നല്ലൊരു പൊട്ടിത്തെറിക്കലുണ്ട്. അപ്പോൾ ഞാൻ ഓടി കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ അടിപൊളി എഗ് ബജി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ചതിനേക്കാളും നല്ല രീതിയിൽ ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ട്രൈ ചെയ്തിട്ട് എന്തായാലും കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബൈറ്റ് എടുക്കുന്ന സമയത്ത് തന്നെ എനിക്ക് അതിലുള്ളിലോട്ട് എത്താൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ രണ്ടാമത്തെ സമയം ഞാൻ നല്ലപോലെ സോസിലൊക്കെ ഡിപ്പ് ചെയ്തിട്ട് ഒരു ബൈറ്റ് എടുക്കുന്നുണ്ട്. ഈശ്വര, എന്ത് സത്യം പറയാം, അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ മഴയത്തൊക്കെ നല്ല ചൂട് കട്ടൻ ചായയും ഇങ്ങനത്തെ കടികളൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണല്ലോ അല്ലേ. പരിപ്പ് വട പോലത്തെ. പക്ഷേ എനിക്ക് പരിപ്പ് വട വലിയ ഇഷ്ടമില്ല. പക്ഷേ എഗ് ബജി സൂപ്പറാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. കാരണം എന്താ വെച്ചാൽ അത്രയ്ക്ക് സൂപ്പറാണ്. കാരണം എനിക്ക് ഈ സന്തോഷം കൊണ്ട് ഈ ആനന്ദാശ്രു ഒക്കെ വരും എന്ന് പറയില്ലേ, അതേ അവസ്ഥയായിരുന്നു. ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഞാനിങ്ങനെ ആസ്വദിച്ച് കഴിക്കുകയാണ്. അതെന്താ, കുറച്ച് ഞാൻ കട്ടൻ ചായയും കുടിക്കുന്നുണ്ട്. പിന്നെ എനിക്ക് കുറച്ച് ബാറ്റർ ബാക്കി വന്നിട്ടുണ്ടായിരുന്നു. അതും ഞാനൊരു ഐഡിയ ചെയ്തിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ എഗ്ഗ് ഇല്ലാണ്ട് തന്നെ അത് ഞാൻ ഫ്രൈ ചെയ്തെടുത്തു. പക്ഷെ അതുപോലും കഴിക്കാൻ സൂപ്പറായിരുന്നു. ഞാനിങ്ങനെ കണ്ടിന്യൂ ആയിട്ട് കഴിക്കുമായിരുന്നു. അതിനുശേഷം ഞാൻ അമ്മേനോട് ചോദിക്കുകയാണ്, അമ്മയെ സൂപ്പറാണോ. അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയും പറയുകയാണ് സൂപ്പറാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള. അടുത്തൊരു വീഡിയോ കാണുന്നവർ ടാറ്റാ ബൈ ബൈ, സീ യു.